ഈ ഉത്സവകാലത്തെ വിലക്കയറ്റം എങ്ങനെ പിടിച്ചു നിർത്താം എന്നതിൻ്റെ പ്രായോഗിക ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഈ ഉഴവർ ചന്ത. പൊതുവിപണിയിൽ സർക്കാരിന് എങ്ങനെ ഇടപെടാമെന്നതിൻ്റെ ആദ്യ മാതൃകയാണ് കേരളം. എന്നാൽ ഇന്ന് പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയാണ് കേരളത്തിലെ പൊതുവിതരണ ശൃംഖലയിൽ. കേരളം കാട്ടിക്കൊടുത്ത വഴിയിൽ തമിഴ്നാട് ഏറെ മുന്നേറിയിരിക്കുന്നു. ഇതാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തുള്ള ഉഴവർ ചന്ത. ഉഴവർ എന്നാൽ കർഷകൻ. 2000-ലാണ് തമിഴ്നാട് സർക്കാർ പച്ചക്കറി വിപണിയിൽ നേരിട്ട് ഇടപെട്ടു തുടങ്ങിയത്. മാതൃകയായത് കേരളത്തിന്റെ പൊതുവിപണിയിലെ സർക്കാർ സ്ഥാപനങ്ങളായ കൺസ്യൂമർ ഫെഡും ഹോർട്ടികോർപ്പും. അന്നത്തെ മുഖ്യമന്ത്രി കരുണാനിധി 148 ഉഴവർ ചന്തകൾ തുറന്നു. മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിലെ കർഷകർ വിളയിക്കുന്ന പച്ചക്കറികൾ തുച്ഛമായ തുകയ്ക്ക് ഇടനിലക്കാർ കൈക്കലാക്കുകയും വിപണിയിൽ കൊള്ളലാഭത്തിന് വിറ്റഴിക്കുകയുമായിരുന്നു. ഇതുമൂലം കർഷക ജീവിതങ്ങൾ ദുരിതപൂർണമായി. ഇടനിലക്കാർ കോടികൾ സമ്പാദിച്ചു. ഉപഭോക്താക്കളായ സാധാരണക്കാർ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി. അങ്ങനെയാണ് കർഷക ചന്തകൾ തുറന്നത്. ഉഴവർ ചന്തകൾ തമിഴ് കർഷകനും ഉപഭോക്താവിനും ഒരുപോലെ ആശ്വാസം പകർന്നു. கமிஷன் கடைக்கு கொண்டு போவோம். நம்ம கமிஷன் கடை காட்டிலும் இங்கே வந்தால் எனக்கு ஒரு ரூபா லாபம் இருக்குது. கமிஷன் கடையில் கமிஷன் எடுத்துக்குவாங்க. அதனால் வாங்குகிற மக்களுக்கும் விலை கம்மி, எங்களுக்கும் நார்மலாக இருக்குது. വിപണിയിൽ ഇടപെടുന്നതിന് നമുക്കുമുണ്ടായിരുന്നു ഇതുപോലെയുള്ള സംവിധാനങ്ങൾ. ഉഴവർ ചന്തയിലെ പോലെ കോൾഡ് സ്റ്റോറേജ് മറയൂരിലുമുണ്ടായിരുന്നു. പക്ഷേ അത് പൂട്ടി. ഇതാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യത്യാസം. തമിഴ്നാട് സർക്കാർ ആദ്യം ചെയ്തത് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ പണിതുയർത്തുക എന്നതായിരുന്നു. ശീതീകരണ കേന്ദ്രവും പ്രാഥമിക സൗകര്യങ്ങളുമുള്ള ചന്തകൾ. നടത്തിപ്പുകാരായ സംസ്ഥാന അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ് വിഭാഗമാണ് വില നിശ്ചയിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കാണ് ചന്തയുടെ ചുമതല. വിപണിയിൽ നിന്ന് അതത് ദിവസത്തെ വില വിവരങ്ങൾ ഇവർ ശേഖരിക്കും. ഇതിൽ നിന്ന് നിശ്ചിത ശതമാനം കുറച്ചായിരിക്കും വിപണി വില. കച്ചവടക്കാർക്ക് ചിലപ്പോൾ ലാഭമുണ്ട്, ചിലപ്പോൾ നഷ്ടമാണ്. നഷ്ടം എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പോലെ അവിടെ 10 രൂപയ്ക്ക് വില മേടിച്ച് അവിടെ 10 രൂപ ബോർഡ് ഇടും. ഗവൺമെൻറ്റിൻ്റെ വിലയാണ്. ഗവൺമെൻറ് വിലയിൽ നിന്ന് 10 പൈസ പോലും കൂട്ടി വിൽക്കാൻ പാടില്ല. 10 രൂപ ബോർഡ് ഇടുവാണെങ്കിൽ 8 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ 10 രൂപ 50 പൈസകൾക്കും കൊടുക്കാൻ പാടില്ല. അതാ ഗവൺമെൻറ്റിൻ്റെ നീതിവും ഇവിടുത്തെ ഉള്ളത്. അതുകൊണ്ട് ഓഫീസർമാർ പറയുന്ന പോലെ എല്ലാവർക്കും ലാഭമുണ്ട്. വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭമാണ്. കൂടുതൽ വാങ്ങിക്കുന്നവർ കേരളത്തുകാരെ വരുള്ളൂ. മൊത്തവിപണി വിലയുടെ 20% വില വർധനയോടെ ഈ ചന്തകളിൽ കർഷകർക്ക് സാധനങ്ങൾ വിറ്റഴിക്കാം. ഇടനിലക്കാരന്റെ ഇടപെടലില്ലാതെ ഉൽപ്പന്നങ്ങൾക്ക് 2-3 ഇരട്ടി വില കർഷകന് കിട്ടും. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് ഇത് ആശ്വാസമായി. കൊടൈക്കനാലിൽ നിന്നും മധുര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കർഷകർക്ക് അവരുടെ യാത്രാക്കൂലിയും ഈ അധിക 20% വരും. മൊത്തവിപണി വിലയുടെ 20%-ലധികം തുകയ്ക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് ഉപഭോക്താവിന് നഷ്ടമുണ്ടാക്കുന്നില്ല. കാരണം മൊത്തവിപണിയിൽ സാധാരണക്കാരന് ചില്ലറയായി സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. അതായത് 1 കിലോ തക്കാളിക്ക് മൊത്തവില 10 രൂപ ആണെങ്കിൽ ഉഴവർ ചന്തകളിൽ ഇത് 12 രൂപയാണ്. പക്ഷേ സാധാരണക്കാരന് 1 കിലോ തക്കാളി മൊത്തവിപണിയിൽ നിന്ന് കിട്ടില്ല. ഈ വിപണിയിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പച്ചക്കറികൾ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് പച്ചക്കറി മേടിക്കാൻ കാര്യം ഇപ്പോൾ അവിടെ സവാളയ്ക്ക് 80 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 40 രൂപ 60 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കൊച്ചുള്ളിക്ക് 80 രൂപ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 40 രൂപ 30 രൂപ പല റേറ്റിനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അമരപ്പയറിന് നമ്മുടെ
കായംകുളത്ത് വിലയെന്ന് വെച്ചാൽ 60 രൂപയാണ്, ഇവിടെ 10 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. തക്കാളിക്ക് 40 രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ 10 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി 120 രൂപയ്ക്ക് നമുക്ക് അവിടെ കിട്ടുന്ന സാധനം ഇവിടെ 40 രൂപ തൊട്ട് 60 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. നമുക്ക് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിപ്പം പല ആവർത്തി വന്നപ്പോഴും നമ്മളിവിടെ കയറി ഈ സാധനം മേടിക്കാനായിട്ട് പ്രധാനപ്പെട്ട. ഉഴവൂർ ചന്തയിൽ ഉദ്യോഗസ്ഥർ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ വില ചുമത്തി കർഷകന് വിൽക്കാൻ കഴിയില്ല. പക്ഷേ അതിലും താഴ്ന്ന വിലയിൽ വിൽപ്പന നടത്താം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തൂക്കം കർശനമായി ഇവിടെ പാലിക്കണം. സംശയമുള്ളവർക്ക് തൂക്കി നോക്കാൻ സൗകര്യവുമുണ്ട്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. എൻ്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു വണ്ടി നിറച്ചും പച്ചക്കറി മേടിച്ചുകൊണ്ട് പോകും. അതായത് നമ്മുടെ ഒരു എയർ ബസ് ഉണ്ട്. എയർ ബസ്സിൻ്റെ ഫുൾ ഞങ്ങൾ പച്ചക്കറി നിറച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു 10-15,000 രൂപ പച്ചക്കറി ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. 15,000 രൂപ പച്ചക്കറി വാങ്ങിയാൽ അവിടെ 45,000 കൊടുക്കണം. അത്രയ്ക്ക് 3 ഇരട്ടി വിലയുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ അവിടെ ഓരോ വില അവർ ഇടുന്നതാണ് വില. സർക്കാർ വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും കർഷകർ ഇതിലും കുറച്ചാണ് വിൽക്കുക. വില പേശാൻ ആവശ്യക്കാരന് അവകാശവുമുണ്ട്. വില കുറച്ച് വിൽക്കുന്നതിലൂടെ കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടത്താനും അതുവഴി ലാഭം വർദ്ധിപ്പിക്കാനുമാണ് കർഷകർ ശ്രമിക്കാറ്. എല്ലാ ദിവസവും രാവിലെ 5:30 ആരംഭിക്കുന്ന ചന്ത ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അവധിയില്ലാത്ത വ്യാപാരമാണിവിടെ. നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് മേടിക്കുന്നത് പച്ചക്കറി. സാധാരണ മാർക്കറ്റിൽ നിന്ന് ഇത് ഡയറക്റ്റായിട്ട് കൃഷിക്കാർ തന്നെ ഡയറക്റ്റായിട്ട് വന്നിട്ട് കൊടുക്കുന്ന കാരണമുണ്ട് അത് വില കൂടുതലൊന്നുമല്ല. ഇടയ്ക്കുള്ള ലാഭമില്ല. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ 20 രൂപ വില സാധനം ഇവിടെ കഴിഞ്ഞാൽ 12 രൂപയ്ക്ക് കിട്ടും. അതായത് നമ്മൾ ആവശ്യത്തായിട്ട് ഫ്രഷായിട്ട് മേടിക്കാം. അന്നന്ന് വരുന്ന പച്ചക്കറി അന്നന്ന് ഫ്രഷായിട്ട് ഇവിടെ കിട്ടും. അതുള്ളൊരു ഗുണമുണ്ട്. അല്ലാതെ എല്ലാത്തിനും വില കുറവുണ്ട്. എല്ലാ പച്ചക്കറിയും കിട്ടും ഇവിടെ. ഓരോ കടയായിട്ട് കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സാധനവും തന്നെ ഒരേ സ്ഥലത്തുനിന്ന് കിട്ടും. സർക്കാർ വില നിശ്ചയിച്ച കാരണമുണ്ട് വില കൂട്ടി വയ്ക്കുകയില്ല. സർക്കാരിൻ്റെ ത്രാസ് അതാണ് മറ്റേ തൂക്കത്തിനും പ്രശ്നം വരികയില്ല. അതുള്ളൊരു ഗുണമുണ്ട്. അത് കാരണം എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. വിൽപ്പന നടത്താൻ കഴിയാതെ വരുന്ന പച്ചക്കറികൾ ചന്തയിൽ തന്നെയുള്ള സർക്കാർ ശീതീകരണശാലയിൽ സൂക്ഷിക്കാനുള്ള സൗകര്യവുമുണ്ട്. കർഷകർക്കായി നൽകിയിരിക്കുന്ന ഒരു സൗകര്യങ്ങൾക്കും സർക്കാർ പണം ഈടാക്കുന്നില്ല. ഇവിടെ കർഷകരിൽ നിന്ന് തറവാടകയോ പ്രത്യേക നികുതിയോ ഈടാക്കുന്നില്ല. ഉഴവർ ചന്തകൾ തമിഴ്നാട്ടിലെ കർഷകർക്ക് ആശ്വാസം മാത്രമല്ല ആവേശം കൂടിയാണ്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ 148 ഉഴവർ ചന്തകളിൽ ഏതെങ്കിലും ഒന്നിൽ വിറ്റഴിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ എല്ലുമുറിയെ പണിയെടുക്കുകയാണ് തമിഴർ, പല്ലുമുറിയെ തിന്നാനായി. നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതിനു വേണ്ടി മെനക്കെടുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പം പിന്നെ കുടുംബശ്രീയൊക്കെ മുഖാന്തരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയൊക്കെ പച്ചക്കറി നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നെങ്കിലും നമുക്ക് കൂടുതലായിട്ടുള്ള ഉപയോഗത്തിന് നമ്മൾ പുറത്തു വന്നു. സപ്ലൈകോ ഒഴിച്ചുള്ള സ്ഥാപനങ്ങളിൽ ഉത്സവകാലങ്ങളിൽ മാത്രം സബ്സിഡി നൽകിയാൽ മതിയെന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. എന്നാൽ വൻ പച്ചക്കറി ലോബിയുള്ള തമിഴ്നാട്ടിൽ ഉഴവർ ചന്തകൾ ഏറെ പരിക്കില്ലാതെ നിലകൊള്ളുന്നു. മാതൃക കാട്ടിയവർ പിന്നോട്ട് പോയപ്പോൾ മാതൃക കണ്ടുപഠിച്ചവർ ഏറെ ദൂരം മുന്നേറിക്കഴിഞ്ഞു.